കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മുഖം എന്നതിനേക്കാൾ കൂടുതൽ ശബ്ദം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഉർവശി, ശോഭന തുടങ്ങിയ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നടിമാരെല്ലാം ചേച്ചിയുടെ സൗണ്ട് ഇല്ലെങ്കിൽ പൂർണ്ണമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറെ പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ് എന്നോട് പതിതായിത്തിരിക്കുന്നത്. സ്വാഗതം. താങ്ക് യു. അന്നത്തെ ലാലേട്ടൻ്റെ രൂപം ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും, പിന്നെ കുസൃതിയായിരുന്നു നല്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ആ ഏജിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. സെയിം ഒരു ഇതിലുള്ള ബോയ്, ആ ബോയുടെ ചില കുസൃതികളും നമ്മള് പറയുമല്ലോ, നമുക്ക് പഞ്ചാര അടിക്കണം. അത് ശരി. ആളെ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല തോന്നണു. ആ സംഭവം അത് സെയിം ഏജ് ആണ് ഏകദേശം. വല്ല കാര്യമുണ്ട് ഇതിൽ കൂടെ? ചേച്ചി ഇതെങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്? ഈ സൗന്ദര്യം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു? അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാ എന്തോ അത്ഭുതകരമായ. നമുക്ക് സമാധാനം സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നമുക്ക് വരുമാനം വേണം എന്ന് 10 വയസ്സിൽ തിരിച്ചറിഞ്ഞ ഒരാളാണ്. പലരും പറയുമല്ലോ ഒരു ഭയങ്കര അഹങ്കാരിയാണ്, മറ്റാണ്. അഹങ്കാരമല്ലാതെ ഒരു ആത്മവിശ്വാസം നമുക്ക് ഗ്രാജുവലി വരുമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ആദ്യം ഡബിങ് ആയത്? കാവ്യ മാധവന് എല്ലാ സിനിമയും ഡബിങ് ആണ്. ഇപ്പൊ സയനോരയുടെ ശബ്ദമൊക്കെ ഭയങ്കര ഡിഫറെന്റ് വോയിസ്. അതായത് ഇപ്പോ നിലവിൽ ഹാല് അല്ലെങ്കിൽ എമ്പുരാൻ വിഷയമൊക്കെ ചേച്ചി എന്താണെങ്കിലും നോക്കി കാണുന്ന ഒരാളാണല്ലോ. കൃത്യമായിട്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഇടപെടുന്ന വ്യക്തിയാണ്. അല്ല, ചേച്ചിയോട് വ്യക്തമായിട്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, കൃത്യമായിട്ട് BJP അനുഭാവികൾ തന്നെയാണ്? ഏതെങ്കിലും ഒരു പുരുഷ ഒരു സ്ത്രീയുടെ മുഖത്ത് അല്ല, സീരിയസ്ലി കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മുഖം എന്നതിനേക്കാൾ കൂടുതൽ ശബ്ദം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഉർവശി, ശോഭന തുടങ്ങിയ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നടിമാരെല്ലാം ചേച്ചിയുടെ സൗണ്ട് ഇല്ലെങ്കിൽ പൂർണ്ണമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ശബ്ദ സൗകുമാര്യത്തിൻ്റെ പേരാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. ഏറെ പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ് എന്നോട് പതിതായിത്തിരിക്കുന്നത്. സ്വാഗതം. ആ ശബ്ദ സൗകുമാരി ഒന്ന് തെറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, ശബ്ദ സൗകും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. മലയാളികൾ മുഴുവൻ അങ്ങനെ. ഇപ്പം ഏകദേശം എത്ര സിനിമകൾ ചേച്ചി ചെയ്തിട്ടുണ്ടാവും? ആക്ച്വലി ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്തപ്പോൾ ലിസ്റ്റ് കിട്ടുന്നില്ല. കാരണം അന്നത്തെ ഒന്നും പലതും എവിടെയും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. 73-ലൊക്കെ ഡബിങ് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു 80-കൾക്ക് ശേഷമുള്ള സിനിമകളാണ് എനിക്ക് കിട്ടിയത്. 80-കൾക്ക് ശേഷമുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2500-3000 സിനിമകളോളം 80-കൾക്ക് ശേഷം ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പുള്ളതൊന്നും കിട്ടുന്നില്ല, യൂട്യൂബിലും ഒന്നും അങ്ങനെ. അപ്പം 73-ല് ചേച്ചി ചൈൽഡ് ആർട്ടിസ്റ്റുകൾക്കായിരിക്കും ചെയ്തിരുന്നത് അല്ലേ? ആർക്കൊക്കെ അങ്ങനെ ഓർത്തെടുക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ? ഞാൻ ഓട്ടോബയോഗ്രഫിയിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അപരാധി എന്ന സിനിമയാണ് ആദ്യമായിട്ട് ഡബ് ചെയ്യാനായിട്ട് പോയത്. അപ്പം ആ സിനിമയിൽ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കല്ലിയൂർ ശശിയായിരുന്നു. ശശി ഈയിടെയാണ് എന്നോട് പറഞ്ഞത്, അപരാധിയൊന്നും അല്ല, അതിനു മുൻപ് 1000 ജന്മങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് നിങ്ങളെ ഡബിങ്ങിന് അതേ വർഷം തന്നെയാണ് അതിന് വിളിച്ചിട്ടുണ്ട്. അപ്പം എനിക്കറിയില്ല ഇത് യഥാർത്ഥത്തിൽ. എൻ്റെ ഒരു ഓർമ്മയിൽ അപരാധിയാണ്. അപരാധി എനിക്ക് തോന്നുന്നു 78-ലോ എന്തോ ആണ് അപരാധി. അപ്പം അതിന് മുൻപുള്ള സിനിമകൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്കറിയാലോ എൻ്റെ വോയിസ്. അങ്ങനെ സ്വാഭാവികമായിട്ടും ചേച്ചി ഒരുപാടെടുത്ത് ചേച്ചിയുടെ ഈ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് മടുത്തിട്ടുണ്ടാവും. ആദ്യത്തെ അനുഭവം എന്തായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആദ്യമായിട്ട് നമ്മൾ പോയി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? പഠിച്ചവനെ ഇത് ആദ്യമായിട്ട് കാണുന്ന എന്നുള്ള രീതിയിലുള്ളൊരു സാധനം ഉണ്ടല്ലോ.
അതെന്തായിരുന്നു, അതെങ്ങനെയാ ചേച്ചി അത് നേരിട്ടത്? പന്തം കണ്ട പരിചയം യെസ് യെസ് യെസ്, അത് തന്നെ. അങ്ങനെ സ്റ്റുഡിയോയില് ദൈവമേ എന്നായിരിക്കും. അല്ല, അങ്ങനെ വിളിക്കാനുള്ള പ്രായമോ ആയിട്ടില്ലല്ലോ. ഇതെന്താ അറിയില്ല. ഡബിങ് എന്ന വാക്ക് കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ സ്റ്റുഡിയോയിൽ പോയി പെട്ടെന്ന് നസീർ സാറിനെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അന്തം വിട്ട്, എന്തിനായിരിക്കും ഞാനിവിടെ വന്നത്, എന്തായാലും ഇവിടെ ഷൂട്ടിംഗ് അല്ല. അപ്പോൾ സ്റ്റുഡിയോയുടെ ഉള്ളിൽ പോയി മൈക്കിന് മുമ്പിൽ നിർത്തിയപ്പോൾ നസീർ സാറിൻ്റെ തൊട്ടടുത്ത് ആണ് മൈക്കിൽ നിന്ന്. അപ്പുറത്തെ മൈക്കിൽ ഭാരതി ചേച്ചി, ജയഭാരതി ചേച്ചി, ഷീലാമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കി ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ സിനിമ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ നസീർ സാർ ഇങ്ങനെ ഒരു സ്റ്റൂള് കൊണ്ടുവന്ന് നിർത്തി, അദ്ദേഹത്തിൻ്റെ ഹൈറ്റിനനുസരിച്ച് എന്നെയും കൂടെ, അപ്പോൾ രണ്ടുപേർക്കും കൂടി ഒരു മൈക്കായിരുന്നു. അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു, ഇങ്ങനെ ഞാൻ സംസാരിക്കാം, അതുപോലെ ആ സ്ക്രീനിൽ കാണുന്ന ആ കുട്ടിയുണ്ടല്ലോ, അപ്പം നസീർ സാറിൻ്റെ മോളായിട്ടുണ്ട്, ആ കുട്ടിക്ക് ലിപ്സിങ്ക് ചെയ്ത് സംസാരിക്കണം. അപ്പം എനിക്ക് ലിപ്സിങ്ക് എന്ന് പറയണ ഒന്നും അറിയില്ല. അപ്പം സാറ് പറഞ്ഞു ഞാൻ തൊടുമ്പോൾ കറക്റ്റായിട്ട് അങ്ങ് ഈ തൊട്ട് പറയുക എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഒരാൾ നമ്മളെ തൊട്ടിട്ട് നമ്മൾ ആ സ്പർശം നമ്മളെ ദേഹത്ത് തട്ടി നമ്മുടെ ബ്രെയിൻ അത് രജിസ്റ്റർ ചെയ്ത് പറയുമ്പോഴേക്കും കുറെ പോകും. അന്നൊന്നും ഇങ്ങനെ പിടിച്ചിടുക, ഇപ്പോഴല്ലേ ഒരു സാധനം കിട്ടി എടുത്ത് പേസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാം പേസ്റ്റ് ചെയ്യല്ലേ. അന്ന് അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ ആ സിംഗിൾ തന്നെ പറയണം, ആ സമയത്ത് പറയുന്നത് അതേപോലെ. അപ്പൊ സാറ് കുറച്ച് മുമ്പേ തൊടണം, കുറച്ച് മുമ്പേ തൊട്ടാലേ എൻ്റെ മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കറക്റ്റ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഞാനിത് പലരെയും ഇതുപോലെ തൊട്ട് കൊടുത്തിട്ട് ഞാൻ തൊടാവേ, അപ്പം അതുപോലെ പറയണേ. NN പിള്ള സാറൊക്കെ ഗോഡ് ഫാദർ ഡബ് ചെയ്യാൻ വന്നപ്പോൾ NN പിള്ള സാറ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പം അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ, അപ്പം ഞാനിങ്ങനെ അടുത്തെന്ന് പറഞ്ഞു ഞാൻ തൊടാം സാർ എന്ന്. അപ്പം ഞാൻ തൊടുമ്പോൾ അദ്ദേഹം, അപ്പം ഞാൻ ഇതുപോലെ നസീർ സാറിനെ പോലെ തന്നെ ഒരു സെക്കൻഡ് മുമ്പ് തൊടും. അപ്പം അദ്ദേഹം അങ്ങനെ പല, അതുപോലെ നരേന്ദ്രപ്രസാദ് സാറ് ചിത്രം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ആദ്യമായിട്ട് ഡബ് ചെയ്യാൻ വന്നൊരു മൂവിയായിരുന്നു. ചിത്രത്തില് നമ്മുടെ അച്ഛൻ ക്യാരക്ടർ പൂർണ്ണം വിശ്വനാഥൻ. അപ്പം അദ്ദേഹത്തിന് ഡബ് ചെയ്യുമ്പോഴും ഇതുപോലെ നരേന്ദ്രപ്രസാദ് സാറിന് എന്താന്നേ അറിയില്ലായിരുന്നു. അപ്പം ഞാനും മോഹൻലാലും ഒന്നിച്ചായിരുന്നു അതിൽ ആ വഴക്ക് കൂടുന്ന, ഇങ്ങനെ ഒരു ബെഡ്റൂമിൽ കിടന്ന് രണ്ടുപേരും മരപ്പെട്ടി ഇതൊക്കെ പറയുന്ന സാധനമല്ലേ, അത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി ഞങ്ങൾ രണ്ട് മൈക്കിൽ നിന്ന് ഇങ്ങനെ, അദ്ദേഹം പറയും ഞാനൊന്ന് പറയും, പിന്നെ അദ്ദേഹം അപ്പം ഈ മുറിക്കുള്ളിൽ ഞങ്ങൾ വഴക്ക് കൂടുന്നത് വെളിയിലിരുന്ന് കേൾക്കുന്നത്. അപ്പം അതിന് ലിപ്പൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പം ഇത് നരേന്ദ്രപ്രസാദ് സാറിന് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പം സാർ ഇതെങ്ങനെ ചെയ്യുന്നേന്ന്. അപ്പം അദ്ദേഹത്തിന് ഇതുപോലെ ഞാൻ തൊട്ട് തരാം. അതാദ്യമായിട്ടാണ് നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ആദ്യത്തെ ഒരു സിനിമയിലേക്കുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു എൻട്രി ആയിരുന്നു അല്ലേ അത്? ഓക്കെ. അതിനുശേഷം പിന്നീട് പ്രധാനപ്പെട്ട, അതായത് ചൈൽഡ് ആർട്ടിസ്റ്റുകളിൽ നിന്നും കുറെ ചഞ്ചല മനസ്സ് എന്നൊക്കെ പറഞ്ഞു. അല്ല, എനിക്കൊരു പ്രധാനപ്പെട്ട ഡൗട്ടേ, അതായത് ഒരു സിനിമാ പാരമ്പര്യം ഇല്ലാത്തൊരു കുടുംബമാണ് ചേച്ചിയുടെ അല്ലേ? പിന്നെ അപ്പം എങ്ങനെയാണ് ഇങ്ങനൊരു വിളി എവിടെ നിന്ന് എങ്ങനെ വന്നു? ഈ ചെന്നൈയിൽ അന്നൊക്കെ സിനിമയിൽ കയറാൻ ഭയങ്കര എളുപ്പമാണ്. നോക്കിയാലും സിനിമാക്കാരാ, എവിടെ നോക്കിയാലും സിനിമ, പ്രത്യേകിച്ച് മലയാളീസ്. അപ്പം അങ്ങോട്ടേക്കും. അപ്പം ഞാനന്ന് കുറച്ച് പാട്ടൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ കുറേ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ S. ബാബു സാറ് ഞങ്ങളുടെ നെയ്ബറായിരുന്നു. അപ്പം ബാബുവേട്ടനാണിങ്ങനെ ഒരു ദിവസം ഞാൻ പാട്ട് പാടുന്ന കേട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നാട് എവിടെയാന്നൊക്കെ ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചു. അമ്മയല്ല, വല്യമ്മയായിരുന്നു. അമ്മ നേരത്തെ മരിച്ചുപോയി. പിന്നെ ഞാൻ വല്യമ്മയുടെ ആശ്രയത്തിലായിരുന്നു. അപ്പോൾ വല്യമ്മ ഇങ്ങനെ ഓരോ വിശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് കാണുമ്പോഴൊക്കെ ചിരിക്കും, സംസാരിക്കും, ഇടയ്ക്ക് വന്നിരുന്ന് സംസാരിക്കും, കാപ്പി കുടിക്കും. അങ്ങനെ ഒരു ദിവസം വന്നിട്ട് വല്യമ്മയോട് ചോദിച്ചു ഇങ്ങനെ ഡബിങ് പോകുമെന്ന്. അപ്പോൾ വല്യമ്മയ്ക്കും ഇങ്ങനെ ഡബിങ് ഒന്നും അങ്ങനെ അന്നേ സൗണ്ട് നല്ല സൗണ്ട് ആയിരുന്നായിരിക്കും അല്ലേ?
ഇല്ല, അന്ന് കുട്ടികൾക്ക് ഡബ് ചെയ്യാൻ ആൾക്കാരില്ല, ഇല്ല. ഓക്കെ 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 ഓക്കെ. ചൈൽഡ് ഡബിങ് ആർട്ടിസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചത്, അല്ലാതെ ശബ്ദം നന്നായത് ഒരു പക്ഷെ ദൈവത്തിന്റെ ഒരു വിധി പോലെ നമുക്ക് വരേണ്ട നമുക്ക് തന്നെ വരും അല്ലേ? ഇതായിരുന്നു നമ്മുടെ പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നല്ല ശബ്ദം ആണ് ഡബിങ് ആർട്ട്. അങ്ങനെ ഒന്നുമില്ല, നല്ല ശബ്ദം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതൊരു ഒരു തോന്നൽ മാത്രമാണ്. നമ്മൾ ഓരോ മനുഷ്യർക്കും ഡിഫറെന്റ് വോയിസ് ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നല്ല അതായത് പ്രധാനപ്പെട്ട ഹീറോയിൻസിനെല്ലാം നല്ല ശബ്ദമുള്ള അന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നും ഫോളോ ചെയ്യുമല്ലേ? ഇന്നും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് തന്നെ ഉർവശിയുടെ കാര്യം തന്നെ എടുക്കാം. ഉർവശി എന്തുകൊണ്ടാണ് ആദ്യം ഡബിങ് ആയത്? അപ്പൊ ഉർവശിയുടെ ശബ്ദം പലർക്കും ഇഷ്ടപ്പെടാതെ, പക്ഷേ ഒരു ടൈം എത്തിയപ്പോ ഉർവശി സ്വന്തമായിട്ട് ഡബ് ചെയ്തപ്പോ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. കാവ്യ മാധവന് എല്ലാ സിനിമയും ഡബിങ് ആണ്, പക്ഷേ കാവ്യ മാധവൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതും വൃത്തികേടൊന്നുമായിരുന്നില്ല, നല്ല രീതിയിൽ തന്നെ. പെരുമഴക്കാലം ഒക്കെ വോയിസ് ആണെന്ന് തോന്നുന്നു. അത് പല സിനിമയും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഞാൻ പറയുന്ന ഇപ്പൊ സയനോരയുടെ ശബ്ദമൊക്കെ ഭയങ്കര ഡിഫറെന്റ് വോയിസ് ആണ്. ഇപ്പൊ നമ്മുടെ ലോകയില് കല്യാണിക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത്. അതെ, ലോക. പിന്നെ അതുപോലെ ബറോസിലും ഒക്കെ അവര് ഡബ് ചെയ്തിട്ടുണ്ട്. ബറോസിലാണ് ഇപ്പൊ അവാർഡ് കിട്ടിയത്. അപ്പൊ അവരുടെ വോയിസ് ഒക്കെ ഭയങ്കര ബേസ് വോയിസ് ആണല്ലോ. അപ്പൊ അന്നൊക്കെ ബേസ് വോയിസ് ഉള്ളവരെ ഡബ് ചെയ്യിപ്പിക്കില്ല. അയ്യോ, അതൊരു ആണുങ്ങളുടെ ശബ്ദം പോലെ ഇരിക്കുന്നു എന്നിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അതൊരു ശരിയല്ല എന്നുള്ള കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. കാരണം ഓരോരുത്തർക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ചേച്ചിയുടെയോ അനിയത്തിയുടെയോ അമ്മയുടെയൊക്കെ ബേസ് വോയിസ് ആണെന്നും പറഞ്ഞ് നമ്മൾ ശബ്ദം മാറ്റി നിർത്താൻ പറ്റുമോ? പറയോ? അത് നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയല്ലേ. അതുപോലെ തന്നെയാണ്. അതേ ഉള്ളൂ. അപ്പോൾ ഈ ചൈൽഡ് ആർട്ടിസ്റ്റുകൾക്ക് ശബ്ദം കൊടുത്തതിന് ശേഷം പിന്നീട് മെല്ലെ 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 ഈ നായിക കഥാപാത്രങ്ങൾക്ക് കൊടുക്കാൻ എത്തിയില്ല. ഇല്ല. പിന്നീട് ചൈൽഡ് ആർട്ടിസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ക്രൗഡ് ഡബിങ് ആർട്ടിസ്റ്റായി. അതെന്താ സംഭവം? ക്രൗഡ് ചെയ്യാന്ന് പറയില്ലേ, നമ്മള് പൂരപ്പറമ്പിലോ ഒച്ചയും ബഹളം ഉണ്ടാക്കുക. ചേച്ചീനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ചെയ്യാം. അതെങ്ങനെയാ ചെയ്യുന്നത്? അപ്പൊ ഒത്തിരി പേര് എല്ലാരും കൂടി നിന്നിട്ട് കൂട്ടത്തോടെ കലവിലിടുക എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാ. കാരണം പിന്നെ ശബ്ദം മാറി, കുറച്ചും കൂടി. എന്നാ ഒരനിയത്തിക്ക് ചെയ്യാനും പറ്റില്ല, ചെറിയ കുട്ടിക്ക് ചെയ്യാനും പറ്റില്ല. അപ്പൊ കൈയടിക്കാനും ഇങ്ങനെ കൂകി വിളിക്കാനും മാർക്കറ്റിൽ, ഉത്സവപ്പറമ്പിൽ, റോഡിൽ കൂടെ നടന്നു പോകുന്ന ആരെങ്കിലും, ബസ്സിന്റെ ഉള്ളില്, ബസ് സ്റ്റോപ്പിൽ, ഇങ്ങനത്തെ അങ്ങനെ പിന്നെ അനിയത്തി കഥാപാത്രങ്ങളിലേക്ക് ഒരു സീനുള്ള അനിയത്തി, 2 സീനുള്ള അത് ആദ്യം ചെയ്യുന്ന ആരെയാന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഇല്ല, ഓർക്കുന്നില്ല. ഒത്തിരി പണ്ടായിരിക്കും അല്ലേ? ഒരു 78, 80 ആ ഒരു കാലഘട്ടത്തിലായിരിക്കും. നസീർ സാറിന്റെ ജയൻ സാറിന്റെ ഒക്കെ കാലം. 80 ഉള്ളപ്പോ എനിക്ക് പിന്നെ ഓർമ്മയുണ്ട്. 80 മുമ്പുള്ളത് ഞാൻ എവിടെ നിന്നാണ് ഈ അനിയത്തിയിലേക്ക് കയറിയതെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഈ ബുക്ക് എഴുതാൻ വേണ്ടി യൂട്യൂബിൽ ഇങ്ങനെ പഴയ ഓൾഡ് ഫിലിംസ് 1975 എന്ന് പറഞ്ഞ് നമ്മൾ അടിക്കുമ്പോൾ കുറേ സിനിമകൾ വരുമല്ലോ. അപ്പം അതെല്ലാം ഇരുന്ന് കുത്തി കാണും. ഇതിലെ ആരാ ഡബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ കുറേ ഫുള്ള് കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാരണം ഇത് എവിടെയാ വരുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സീനൊക്കെ ആയിരിക്കാം. അങ്ങനെ തപ്പിയാണ് കുറേ സിനിമകളൊക്കെ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സീനുള്ള അനിയത്തി, പിന്നെ അത് 2 സീന്, അത് കഴിഞ്ഞ് ഒരു ത്രൂ ഔട്ടുള്ള അനിയത്തി കഥാപാത്രങ്ങൾക്കായി. പിന്നെയാണ് ഹീറോയിൻ. അപ്പോഴേക്കും 82-ലാണ് ഹീറോയിൻ. ആദ്യമായിട്ട് ചെയ്യുന്ന ആർക്കാണ് നായിക കഥാപാത്രം? ശരിക്കും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിച്ച തിരനോട്ടം എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിൽ രേണുചന്ദ്ര എന്ന് പറയുന്ന അവരാണ് ഹീറോയിൻ.
അതാണ് അല്ല അപ്പോ എന്താ നമ്മുടെ ഫാസിൽ സാറിന്റെ ചിത്രമായിട്ടുള്ള നമ്മുടെ അതല്ലേ ആദ്യത്തെ അല്ല അതിനു മുമ്പുള്ള അല്ല ഫാസിൽ സാറിന്റെ ആദ്യ മോഹൻലാലിന്റെ ആദ്യ ലാലേട്ടന്റെ ആദ്യത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ല തിരനോട്ടം തന്നെയാണ് ആദ്യത്തെ ചിത്രം അല്ലേ? പക്ഷേ പൊതുവെ എല്ലായിടത്തും പറഞ്ഞു കേട്ടിരിക്കുന്നത് ഫാസിൽ സാറാണ് അതെന്താ വെച്ചാൽ തിരനോട്ടം റിലീസ് ആയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ആ പടം റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ തിരനോട്ടമാണ് ഞാനും ഹീറോയിൻ വോയിസ് ആദ്യമായിട്ട് ചെയ്തത്. ആ പടം റിലീസ് ചെയ്തില്ല. ആ സമയത്ത് ഹീറോ ആയിട്ടായിരുന്നോ ലാലേട്ടൻ? അതോ ഒരു കോമഡി ക്യാരക്ടറാണ്. ഒത്തിരി ഒരു അതെന്തെങ്കിലും ചേച്ചി എന്താണല്ലോ അത് ഫുള്ള് കണ്ടിട്ടുണ്ടാവുമല്ലോ ചേച്ചിയാണല്ലോ. എനിക്കത് ഓർമ്മയേ ഇല്ല. കാരണം ഇങ്ങനെ ഒരാളെ കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഏതോ ഒരു പയ്യൻ അതേ ഉള്ളൂ. നായകനും അല്ലായിരുന്നു. നായകന് അതില് ഒരു നല്ല പ്രായമുള്ള ഒരാളാണ് മെയിൻ ക്യാരക്ടർ. അതെനിക്ക് ഒരു വയസ്സായ ആള്. ഈ ഹീറോയിൻ കുറച്ചൊരു വാമ്പ് ക്യാരക്ടറാണ്. അവരിങ്ങനെ കുറച്ച് സെക്സിയസ്റ്റ്. അങ്ങനെ മോഹൻലാൽ ഇങ്ങനെ ഒരു ബുദ്ധി കുറഞ്ഞ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറാണ്. ഇയാൾ വന്ന് സൈക്കിളിൽ ഇങ്ങനെ വീണത് അങ്ങനെ എന്തോ ഒരു സംസാരമൊക്കെ ഒരുമാതിരി ഒരു ബുദ്ധിയില്ലാത്ത പയ്യൻ പറയുന്ന മാതിരിയുള്ള ഡയലോഗൊക്കെ ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡബിങ് എന്താന്നൊന്നും അറിയില്ല. അവര് സുഹൃത്തുക്കളെല്ലാവരും കൂടി എടുത്ത സിനിമയാണ്. സുരേഷ് കുമാർ മറ്റേ അശോക് കുമാർ ഡയറക്ട് ചെയ്ത പടം അല്ലേ? അപ്പൊ അശോക് കുമാറാണ് ഡയറക്ടർ, പ്രിയദർശൻ സ്ക്രിപ്റ്റ്, മോഹൻലാല് അഭിനയിച്ചു, സുരേഷ് കുമാർ നിർമ്മാതാവ്. സുരേഷ് ആണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിവേ നമ്മള് പ്രൊഡ്യൂസറെ ഒന്നും കാണുന്നില്ല. എന്നെ വീട്ടിൽ ഫിക്സ് ചെയ്യാൻ വന്നത് മോഹൻലാലും പ്രിയദർശനും അശോക് കുമാറും. അവര് തന്നെയാ നേരിട്ട് വന്നിട്ടുള്ളത്. ഡബിങ്ങിന് വിളിക്കാൻ വന്നത്. ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്ന ആ സമയത്തായിരിക്കും. അല്ല ഇപ്പൊ പറയുമ്പോ ലാലേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് നമുക്ക് ഒരാൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ വന്ന 3 പേരിൽ ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരാള് ഡയറക്ടറാണ്. പിന്നീട് ഇത്ര വലിയ നടനാവുന്ന നമ്മൾ അറിയുന്നുണ്ടോ അല്ലേ? നമ്മൾ അറിയുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു നോക്കത്താ ദൂരത്ത് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ കുറെ നടന്മാര് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഇവര് 3 പേരും വന്നിട്ട് എനിക്ക് 750 രൂപയായിരുന്നു ആ സിനിമയിൽ ഡബ് ചെയ്യാനുള്ള പേയ്മെന്റ്. 82. ആ സിനിമ 82-ലായിരുന്നു. 82 ഇന്നത്തെ ഒരു 7 ലക്ഷം രൂപയുടെ ഒക്കെ ഒരു മതിപ്പ് വരും അല്ലേ? 750 എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് സുഖമായിട്ട് ഒരു 3 മാസം ജീവിക്കാം. അരി മേടിക്കാൻ 50 പൈസ മതിയായിരിക്കും. 50 പൈസ പോരാ. ഒരു ചാക്കരിക്ക് 8 രൂപ. അതെനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചാക്കരിക്ക് 8 രൂപയായിരുന്നു. അപ്പൊ നമുക്ക് 750 രൂപ ഒക്കെ കിട്ടിയ കുറെ മാസങ്ങൾ നമുക്ക് വാടക ലാവിഷായിട്ട് ജീവിക്കാം. അപ്പൊ 750 രൂപ നമ്മള് 1500 പറഞ്ഞു. പക്ഷെ 750 ലോ ബഡ്ജറ്റാണ്. നമുക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഒരു 750 രൂപയ്ക്ക് ചെയ്യാം. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ നായികക്കല്ലേ, അപ്പൊ അങ്ങനെ 250 രൂപ അഡ്വാൻസ് തന്നു. ആ 250 രൂപ അതൊക്കെ തരുന്നത് പ്രിയദർശൻ സാർ തന്നെയാണോ? അശോക് കുമാറാണ്. അശോകേട്ടനാണ് തന്നത്. അങ്ങനെ സ്റ്റുഡിയോയിൽ ലാലേട്ടനും ഉണ്ടായിരുന്നു. അന്നത്തെ ലാലേട്ടന്റെ രൂപം ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓർക്കില്ലല്ലോ ഈ ഇദ്ദേഹം നാളെ ഇങ്ങനെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ നമുക്കറിയില്ലല്ലോ. അതില് അത്ര പ്രാധാന്യമുള്ള ഒരു റോളും അല്ലല്ലോ. അപ്പൊ ഒരു മെലിഞ്ഞ ഒരു മുഖമൊക്കെ ഇങ്ങനെ നീണ്ട് നമ്മള് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാണുമ്പോൾ പോലും അദ്ദേഹം ഇത്രയും ഒരു വലിയൊരു നമ്മളൊക്കെ ഇങ്ങനെ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാവുന്നു നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ച. കാരണം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ സൂപ്പർ സ്റ്റാർ ആരാണ് യഥാർത്ഥത്തിൽ? ശങ്കറാണ് അല്ലേ? നായകൻ ശങ്കറാണല്ലോ. അപ്പൊ നമ്മളങ്ങനെ ചിന്തിക്കില്ലല്ലോ അന്ന്. അദ്ദേഹം വലിയ ഒരു ഇതിലെത്തിയപ്പോഴല്ലേ എല്ലാവരും അന്നേ തോന്നിയിരുന്നു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും. പിന്നെ കുസൃതിയായിരുന്നു നല്ല. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കുസൃതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിരിവിരിവിരിവിരാ നടക്കും. ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കത്തില്ല. ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മുഹൂർത്തം എന്താ? അല്ല അങ്ങനത്തെ മുഹൂർത്തം ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഈ ചെക്കന് മിണ്ടാതിരുന്നൂടെ ഇതൊക്കെ നമ്മൾ വിചാരിക്കും.
ഈയിടെ എന്തോ എൻ്റെ അടുത്ത് ലാൽ ഇങ്ങനെ എന്നോട് ചോദിച്ചു, അന്ന് എന്താ എന്നെക്കുറിച്ച് വല്യമ്മ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. അല്ലല്ലല്ല എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തൊരു വികൃതി ചെക്കനാണ് ഇത്, വെറുതെ ഇരിക്കില്ല ഈ ചെക്കൻ, ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ. ഈ മൈക്കിൽ നിൽക്കും, കുറെ കഴിയുമ്പോൾ ആ മൈക്കിൽ പോയി നിൽക്കും, അത് ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ എഞ്ചിനീയർ നാഥൻ സാർ, നീ എവിടെയെങ്കിലും ഒന്ന് നിൽക്ക്, കുറച്ച് നില്ലുന്ന എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ. അപ്പോൾ ഇത് കുറേ നേരം നിന്നിട്ട് പറയും, സാർ അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കാം അല്ലേ. അപ്പോൾ പ്രിയനെ അറിയാവുന്നതുകൊണ്ട് പ്രിയൻ ഇങ്ങനെ ചിരിക്കും. ഇവര് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് കൂടി ബോണ്ടിങ് ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അശോകേട്ടൻ ഇങ്ങനെ ഉള്ളെന്ന് പറയും, ലാലു എവിടെയെങ്കിലും ഒരിടത്ത് നില്ലടേ, സാറിന് മൈക്ക് അഡ്ജസ്റ്റ്, എപ്പോഴെപ്പോഴും എഞ്ചിനീയർ ഉള്ളിൽ വന്നിട്ട് മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ എനിക്ക് പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഏകദേശം ഒരു നമ്മൾ ടീനേജിലേക്ക് കയറുകയാണ്. നിങ്ങൾ ഏകദേശം സെയിം പ്രായക്കാരാ. ചേച്ചിക്ക് 63 പറയുമ്പോൾ ലാലേട്ടൻ 64 വയസ്സായി, സെയിം ഏജ് ആണ് ഏകദേശം. വല്ല കാര്യമുണ്ട് ഇതിൽ കൂടെ? ചേച്ചിന് ഇപ്പൊ കണ്ടാലും പക്ഷേ ഒരു 40-45 വയസ്സൊക്കെ. ഓക്കെ. അല്ല, അത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാ. ചേച്ചി ഇതെങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്, ഈ സൗന്ദര്യം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു? അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാ. ചേച്ചിനെ 63 വയസ്സ് തോന്നുന്നു? ആരെങ്കിലും തോന്നോടാ ഷെഫി? തോന്നില്ല. ആണെന്ന് പറഞ്ഞാൽ ഞാൻ എണീറ്റ് പോവില്ലേ? ആരെങ്കിലും ഏതെങ്കിലും ഒരു പുരുഷ ഒരു സ്ത്രീയുടെ സീരിയസ്ലി അതിനേക്കാൾ കൂടുതൽ തോന്നും എന്ന് പറയണം എന്നുള്ളവർ പോലും പറയില്ല. അതുകൊണ്ട് അത് വിടൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഏജിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, സെയിം ഒരു ഇതിലുള്ള ബോയ്, ആ ബോയുടെ ചില കുസൃതികളും നമ്മൾ പറയുമല്ലോ, നമുക്ക് പഞ്ചാര അടിക്കണം. അത് ശരി. അങ്ങനെ ഒരു ദൈവമേ, ഇനി ഇത് ആരെങ്കിലും എടുത്തിട്ട് തംബ്നെയിലാക്കി തോന്നിയിരുന്നു ലാൽ സാറിനോടൊരു പ്രണയം. അയ്യോ ദൈവമേ, ഇല്ല കേട്ടോ, ഇത് കട്ട് ചെയ്യാതെ ഇടണേ. അയ്യോ എന്ന് പറയണത് ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് കൊണ്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കൊടുക്കരുത്, ചവയ്ക്കാനല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരു 20 വയസ്സുള്ള ആ സമയത്ത് ചേച്ചിക്ക് ഒരു 20-21 വയസ്സ്, ലാൽ സാറിന് ഒരു 22-23 വയസ്സ് അല്ലേ? ആ സമയത്ത് 82 അല്ലേ? 82 ആവുമ്പം ലാൽ സാറിന് 64 22 വയസ്സ്, ചേച്ചിക്ക് ഒരു 21 വയസ്സ്. പിന്നെ വയസ്സ് പറയാതെ. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും ഞാനൊക്കെ അല്ല, എനിക്ക് കല്യാണം കഴിയുമ്പോ 23 വയസ്സായിട്ടേ ഉള്ളൂ. എന്റെ കല്യാണം ഏത് വർഷമാണ്? 86-ലാണ് എന്റെ കല്യാണം നടക്കുന്നത്. അപ്പൊ ഞാൻ കുറെ കൂടി ചെറുതിലായിരിക്കാം ഞാൻ വന്നിട്ടുണ്ടാവുക. അപ്പൊ അതാണ് എനിക്ക് തന്നെ ഇത് എപ്പോഴാ ഏതാ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. സ്വാഭാവികമായിട്ടും പ്രണയം തോന്നുന്ന പ്രായം 17-18 അതാ പറഞ്ഞ ടീനാണ്. 20 കടന്ന പിന്നെ ടീനല്ല, ടീനേജ് ആണ്. ആ ടീനേജിൽ നമുക്ക് ഇതൊന്ന് സൂക്ഷിച്ച് എഡിറ്റ് ചെയ്തിടണം കേട്ടോ. എടാ കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് എഡിറ്റ് ചെയ്തിടണോന്ന്. അപ്പൊ അങ്ങനെ ആ സിനിമ ഡബ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു ദിവസം എന്തോ ഡബിങ് ഉണ്ടായിരുന്നു, ഒറ്റ ദിവസം, അന്ന് തന്നെ തീർന്നു. അവരെല്ലാവരും അവരുടെ വഴിക്ക് പോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞ്, കുറേ കാലമല്ല, എനിക്ക് തോന്നുന്നു ഒരു അതേ വർഷം തന്നെ എപ്പോഴോ ഒരിക്കൽ ശ്യാമള സ്റ്റുഡിയോയിൽ പുഷ്യരാഗം എന്ന് പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നു, അത് ഡബ് ചെയ്യാനായിട്ട്, അതിൽ വേറെ ചെറിയൊരു ക്യാരക്ടർ ഡബ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ സെൻസറിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പലരും സംസാരിക്കുന്നു. അപ്പോഴാണ് ഈ സെൻസറിങ് എന്ന വാക്ക് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ആരോ അവിടെ പറഞ്ഞു, അയ്യോ തിരനോട്ടം എന്ന് പറഞ്ഞ ഒരു സിനിമ സെൻസർ ചെയ്തു, പക്ഷേ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ എന്തോ അവിടെ ഒരു സംസാരം വന്നു. അപ്പൊ ആ പടം റിലീസ് ആവില്ല എന്ന് മനസ്സിലായി. അറിയില്ല, എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് പറ്റി, അപ്പൊ സെൻസറിനെ കുറിച്ച് എന്തോ ഇഷ്യൂ വന്നു. പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടിയില്ല, അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ നമ്മളാ ഇത്ര വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രായമല്ല. പിന്നെ അത്രയൊന്നും നമുക്ക് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസും ആയിട്ടില്ല. അപ്പൊ നമ്മൾ ആരോടും അങ്ങനെയൊന്നും നമ്മൾ റിലീസിങ്ങിനെ കുറിച്ചൊന്നും സംസാരിക്കില്ല. അതൊക്കെ വലിയ വലിയ ആളുകൾ പറയുന്ന വാക്കുകളാണ്. അല്ല ചേച്ചി, സെൻസറിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ നമുക്ക് സമകാലീന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചിയുടെ നിലപാട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ഹാല് അല്ലെങ്കിൽ എമ്പുരാൻ വിഷയമൊക്കെ ചേച്ചി എന്താണെങ്കിലും നോക്കി കാണുന്ന ഒരാളാണല്ലോ, കൃത്യമായിട്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഇടപെടുന്ന വ്യക്തിയാണ്, അതുപോലെ തന്നെ കൃത്യമായിട്ട് ദൃശ്യമാധ്യമ രംഗത്തിലുള്ള ചേച്ചി ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഹാലിൽ പറയുന്നത് എന്തോ
ബീഫ് കഴിക്കുന്ന രംഗം പോലും പറ്റില്ല എന്നാണ് സെൻസർ ബോർഡിൽ നിന്നും അറിയിപ്പ് കേട്ടിരിക്കുന്നത്. ബീഫ് കഴിക്കുന്ന രംഗം വെട്ടിക്കളയുന്നു, അതായത് ഇനി ഇതിനകത്ത് ചെയ്യാൻ പാടില്ല. അതുപോലെ എമ്പുരാനിൽ 13 ഓളം ഭാഗങ്ങളാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. അതിനെയൊക്കെ ചേച്ചി എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ സെൻസർ ബോർഡ് മെമ്പർ ആയിരുന്നു. അപ്പോൾ ചേച്ചിക്ക് കുറച്ചും കൂടി ആധികാരികതയോടുകൂടി അതിന് സംസാരിക്കാൻ പറ്റും. സെൻസർ ബോർഡ് എന്ന് പറയുന്ന മുമ്പൊക്കെ പൂർണ്ണമായിട്ടും സിനിമയിൽ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിലുള്ള ഡയറക്ടർ, ആർട്ടിസ്റ്റ്, ക്യാമറ, എഡിറ്റർ, അതുപോലെ എഴുത്തുകാർ, ഒരുപാട് എഴുത്തുകാർ, വലിയ വലിയ എഴുത്തുകാർ, MT സാറൊക്കെ ബോർഡിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരുന്നതിൽ നിന്ന് മാറി ഇപ്പോൾ പൂർണ്ണമായിട്ടും രാഷ്ട്രീയവൽക്കരിച്ചു സെൻസർ ബോർഡ്. രാഷ്ട്രീയ മേളന്മാരുടെ കൈകടത്തലുകൾ ഉണ്ടാകാൻ തുടങ്ങി. അല്ല, രാഷ്ട്രീയത്തിലുള്ളവരാണ് ഇപ്പൊ ബോർഡില്. ഓക്കെ, ആ കണ്ടീഷനിലേക്കായല്ലേ? ബോർഡിലുള്ളത് തന്നെ സിനിമയിൽ നിന്ന് വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. അതും അവരും തന്നെ പോയാൽ സിനിമയിൽ നിന്ന് ഒരു 10 പേരെ ഉണ്ടാവുള്ളൂ. ഏകദേശം 40ഓളം ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും കേരളം മൊത്തം. അപ്പൊ ഈ ബാക്കി 30 പേരും രാഷ്ട്രീയക്കാരാണ്. എല്ലാവരും പാർട്ടി. അല്ല, ചേച്ചിയോട് വ്യക്തമായിട്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, കൃത്യമായിട്ട് BJP അനുഭാവികൾ തന്നെയാണ്. കേന്ദ്രം ആര് ഭരിക്കുന്നു അവരുടെ അനുഭാവികളായിരിക്കും ഇപ്പൊ സെൻസർ ബോർഡിൽ. കോൺഗ്രസ് ആണ് ഭരിക്കുന്നെങ്കിൽ കോൺഗ്രസ്സുകാരായിരിക്കും, BJP ആണ് ഭരിക്കുന്നെങ്കിൽ BJP. എങ്കിൽ പോലും ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന ഈ 2014 വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇത്രത്തോളം സിനിമയ്ക്കുമേലൊരു കയ്യേറ്റം, അതായത് ആശയം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു വിലങ്ങുതടി പോലെ സെൻസർ ബോർഡ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആ സമയത്ത് ബോർഡിൽ ഇല്ലായിരുന്നു. ഞാൻ ഉണ്ടായ സമയത്ത് എന്നെ അബദ്ധവശാൽ ബോർഡിൽ ഇട്ടതാണ്. ഇട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ പാർട്ടി ഇത് വേറെയാണല്ലേ എന്നുള്ളത്. അപ്പൊ എന്നെ അതിന്ന് മാറ്റി. ചേച്ചി ഒരു ഇടതുപക്ഷ അനുഭാവിയാണല്ലേ? CPI ആണോ CPIM ആണോ ചേച്ചി? എനിക്ക് എപ്പോഴും ഡൗട്ട്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം തിരുവനന്തപുരത്ത് ചേച്ചി മത്സരിക്കാൻ പോകുന്നു, CPIയുടെ സ്ഥാനാർത്ഥി. പക്ഷെ പിന്നെ കുറച്ചു നേരത്തേക്ക് പിന്നെ ഒരു അറിവും കാണാനില്ല. ചേച്ചി ഒരു നല്ലൊരു മത്സരം കാണാമല്ലോ, കുറച്ചും കൂടി രസകരമാവുമല്ലോ എന്ന് നോക്കി നമ്മളിരിക്കും. പക്ഷെ വരുന്നില്ല. മത്സരം എന്നൊരു വിഷയം എന്റെ മുമ്പിൽ വന്നിട്ടേ ഇല്ല. പക്ഷെ അഭ്യൂഹങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ എന്നോട് ഒരിക്കലും പാർട്ടി പറഞ്ഞിട്ടുമില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. അത് CPI ആണെങ്കിലും CPM ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ്. അപ്പൊ അങ്ങനെ ഞാൻ ഇരുന്നപ്പോ ആദ്യം കമ്മ്യൂണിസ്റ്റ് ഭരണ സമയത്ത് തന്നെയാണ് കയറിയത്. പക്ഷെ എന്നെ റെക്കമെൻഡ് ചെയ്തത് അവിടെ നിന്നാണ്. അവർക്ക് അറിയില്ലായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്. അപ്പോഴേക്കും 3 വർഷം കഴിഞ്ഞു. അപ്പൊ അവര് പിന്നെ എന്നെ മാറ്റി. എന്നെ മാത്രമല്ല, എന്നോടൊപ്പം ഉണ്ടായിരുന്ന പല കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെയും അവര് അതിൽ നിന്ന് മാറ്റി. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ സെൻസറിങ്ങിനെ. അപ്പൊ അവിടെ ഈ പറയുന്ന കേന്ദ്ര ഭരിക്കുന്നത് അവരുടെ ആശയങ്ങളാണ് സിനിമയിൽ കൂടി കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്ന മാതിരി അവർ ഇപ്പോൾ ബീഫ് കഴിക്കരുത് എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്. അതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റ് കണ്ടീഷനാണ്. ഹാൽ എന്ന് പറഞ്ഞ സൈനികം സിനിമയ്ക്ക് വെട്ട് കൊടുത്തിരിക്കുകയാണ്, പറ്റിയല്ല, ഇറക്കാൻ പറ്റില്ല. അപ്പം പ്രൊഡ്യൂസറും ഡയറക്ടറും പറയുന്നത് കൃത്യമായിട്ട് ഞങ്ങളുടെ കാണിക്കേണ്ട സാധനങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ സിനിമ ഇറക്കുന്നത് വാശി നിൽക്കുക. ഇപ്പോൾ സെൻസർ ബോർഡ് വേഴ്സസ് സിനിമ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇനി എന്താവുന്നുള്ളത് കോടതി വിധിയൊക്കെ കണ്ടിട്ട് നമുക്കറിയാം. കോടതിയിൽ നിന്നും കൃത്യമായ വിധി മേടിച്ച് ഞങ്ങൾ കാണിക്കേണ്ടതെല്ലാം കാണിച്ച് സിനിമ ഇറക്കുന്നുള്ള വാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം അത് ഇങ്ങനെ ഒരു ഇത് അവിടെ നടക്കാറുണ്ട് പൊതുവേ. നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ സിനിമയ്ക്ക് ഉള്ളിലുള്ളവർ കൂടുതലായാലേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതായത് സെൻസർ ബോർഡിൽ അല്ലേ? സെൻസർ ബോർഡിൽ. കാരണം പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന സിനിമയെയാണ്. നമ്മളവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും ഒരു സിനിമയെ സംബന്ധിച്ച് നമ്മളത് അവിടെ ചിന്തിക്കാറില്ല. പക്ഷെ ഇപ്പം അതങ്ങനെ അല്ലാത്തത് കൊണ്ട്, അവരുടെ ആളുകൾ കൂടുതലായതുകൊണ്ടും ഈ യുനാനിമസ് ഒപ്പീനിയൻ വരുമല്ലോ അവിടെ. ഒരു 4 പിന്നെ ഒരു അങ്ങനെയല്ല, അടിച്ചമർത്തലല്ല, 4 പിന്നെ ഒരു 5 ആൾക്കാരുണ്ടാവും. അതില് 5ാമത്തെ ആളെന്ന് പറയുന്നത് സെൻസർ ഓഫീസർ ആയിരിക്കും. 4 പേര് ബോർഡ് മെമ്പേഴ്സ് ആയിരിക്കും.
ഈ ബോർഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3 പേര് രാഷ്ട്രീയത്തിന്റെ ആളാകുമ്പോൾ സിനിമയിൽ നിന്ന് ഒരാളല്ലേ ഉണ്ടാവും. യുനാനിമസ് അങ്ങോട്ടല്ല. അല്ല, ഈ സിനിമയിൽ നിന്നുള്ള ആളും BJP അനുഭാവി തന്നെ ആയിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ. തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ കാണുന്ന കാഴ്ചകളാണല്ലോ ഇപ്പോഴത്തെ. പക്ഷേ പാർട്ടി അനുഭാവി ഏത് പാർട്ടിയും ആകട്ടെ, BJP ഇതല്ല, ഏത് ആൾക്കാരാണെങ്കിലും യഥാർത്ഥത്തിൽ സിനിമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവര് ഇതിലൊന്നും ഇടപെടാൻ അനുവദിക്കില്ല എന്നുള്ളത്. നമുക്ക് എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഈ പച്ചയ്ക്ക് തെറിയൊക്കെ പറയുമ്പോൾ ഞാൻ പറയൂ അതൊക്കെ ഞാൻ ഇടപെടും. പിന്നെ ഒരുപാട് ഇങ്ങനെ വെട്ടിക്കൊല്ലുന്ന വയലൻസ് ഒക്കെ വരുമ്പോൾ പറയാറുണ്ട് ഒന്ന് ബ്ലർ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് എന്നല്ലാതെ മറ്റു വിഷയങ്ങളിലൊന്നും അങ്ങനെ ഞങ്ങളാരും ഇടപെടാറില്ല. സിനിമാക്കാരും തന്നെ അങ്ങനെ. ഞങ്ങള് സിനിമയിൽ തന്നെ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ BJP അനുഭാവികളായ സിനിമാക്കാരിയ്ക്കുമ്പോഴും അവരങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന രീതിയിൽ എല്ലാവരും അങ്ങനെ തന്നെ. അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ അതിൻ്റെ കൃത്യമായിട്ട് നിലപാടെന്ന് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള കൈകടത്തൽ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഐഡിയോളജി തുടരുന്നവർ അതിൻ്റെ തിരിക്കുന്നത് കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ചേച്ചി, അപ്പം ബാക്കി നമ്മളൊരു സെൻസറിങ്ങിന്റെ ഈ തിരനോട്ടത്തിന്റെ സെൻസറിങ്ങിന്റെ കാര്യത്തിനിടയ്ക്ക് നമ്മളിങ്ങനെ ഇങ്ങനെയായിരിക്കും കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. ഞാനപ്പോ ആലോചിച്ചു എവിടെയോ സംസാരിച്ചോണ്ടിരിക്കും, പെട്ടെന്ന് വേറെ എങ്ങോട്ടോ. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ചേച്ചിയുടെ കഥ പറയുന്നതിനിടയ്ക്ക് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ സമകാലിക വിഷയം അപ്പോൾ ജനങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടി രസമായിരിക്കും. അല്ലെങ്കിൽ അത് ഒരു ടിപ്പിക്കൽ സാധനം. നമ്മൾ എന്തിൽ നിന്നും വ്യത്യസ്തനാണോ? അതല്ലേ ചേച്ചി? അതല്ലേ വേണ്ടത്? അതിപ്പം ഇന്റർവ്യൂ ആണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു വ്യത്യസ്തത. ഓവറായിരുന്നല്ലേ? അല്ലല്ല, ചൈൽഡ്ഹുഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആൾക്കാര് അടുത്ത് നമ്മൾ ഇതാണ് പറയുന്നതെന്ന് അവർക്ക് അറിയില്ല. അവരെന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്ത് പോകും. ഒന്നുമില്ല, എനിക്ക് നല്ല വ്യൂസ് ഉണ്ട്. ചേച്ചി ധൈര്യമായിട്ട് വരും, ഇത് തകർക്കും നമ്മള്. അപ്പം അടുത്തത് തിരനോട്ടം കഴിഞ്ഞു. ലാലേട്ടനുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് മമ്മൂക്കായുമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന മമ്മൂക്ക ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഹീറോയിൻ വോയിസ് ഡബ് ചെയ്യുമ്പോൾ തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു ഒന്നും മിണ്ടാത്ത ഭാര്യ, അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ഒന്നും മിണ്ടാത്ത ഭാര്യ ആദ്യമായിട്ട് കേൾക്കുന്നത്. മേനകി മമ്മൂക്ക. ഏതാ വർഷം? എനിക്ക് എഴുതി വെച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ സിനിമ ഡബ് ചെയ്യുമ്പോൾ ഞാൻ മേനകയ്ക്കായിരുന്നു, മമ്മൂക്ക അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആരോട് സംസാരിക്കുകയൊന്നുമില്ല. അന്നും അങ്ങനെ തന്നെ അല്ലേ? അന്നും അങ്ങനെ തന്നെ. അന്നും അങ്ങനെ ഇന്നും അങ്ങനെയാണെന്നാണോ? ഇന്നും അങ്ങനെ. ഇന്നും അങ്ങനെ അനാവശ്യമായിട്ട് സ്ത്രീകളോട് സംസാരിക്കാനോ ഒരിടപഴകാനോ ഒന്നും അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല അല്ലേ? എന്നാലും എന്താ അല്ലേ ഇത്? എന്തോ അത്ഭുതകരമായ ഒരുപാട് സംസാരിക്കുന്ന ഒരു ചീത്ത അല്ല. അങ്ങനെയല്ല, കുറച്ചൊക്കെ സംസാരിക്കണ്ടേ അല്ലേ? പരസ്പരം കുറച്ചൊക്കെ അങ്ങോട്ടും എന്താ പറയണം, നല്ലതോ ചീത്തതോ? ചേച്ചിക്ക് ഇഷ്ടമുള്ളല്ലോ പറയാം. ചേച്ചിയുടെ ഇഷ്ടമാണ്. അങ്ങനെയൊന്നുമല്ല. ചില ആൾക്കാരങ്ങനെ, ചില ആൾക്കാരിങ്ങനെ. പിന്നെ അദ്ദേഹം അങ്ങനെ ഒരു റിസർവ്ഡ് ടൈപ്പും. പിന്നെ അങ്ങനെ എനിക്ക് എന്തോ നമ്മളോട് സംസാരിക്കാറില്ല, നമ്മളും സംസാരിക്കാറില്ല. കാണുമ്പോൾ ഹലോ എന്ന് പറയും. ഇപ്പം നമ്മൾ ഹലോ എന്ന് പറഞ്ഞില്ലെങ്കിൽ പുള്ളി വന്ന് എന്താണ് ഹലോ പറയാത്ത ചോദിക്കും. അതാണ് മമ്മൂക്ക. അങ്ങനെ ചോദിക്കും, എന്താന്ന് പറഞ്ഞില്ല അങ്ങനെ ചോദിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ഗുഡ് മോർണിംഗ് എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പം നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വിചാരിക്കും ഇന്നലെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല, അപ്പം ഇന്ന് പറയുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ എന്താണ് ഗുഡ് മോർണിംഗ് പറയാത്ത? ഗുഡ് മോർണിംഗ് അത്രേ ഉള്ളൂ, അല്ലാതെ പിന്നെ കൂടുതൽ സംസാരിക്കാൻ പോയല്ല. നമ്മൾ വിചാരിക്കും ആള് ഭയങ്കര ഇതാണ്. ആക്ച്വലി അങ്ങനെ അല്ല, അതൊരു പ്രകൃതമായിരിക്കാം. ആ ഒരു രീതിയാണ്, ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം. ഓരോരുത്തരും ഓരോ രീതി, ബഹുജനം പലവിധം. അപ്പൊ അതങ്ങനെ എടുക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ ഞങ്ങൾ തമ്മിൽ എപ്പോൾ കണ്ടാലും ഞങ്ങൾ അധികം സംസാരിക്കാറില്ല. ഇല്ല, ആവശ്യത്തിന് സംസാരിക്കും. ഒന്നും സംസാരിക്കാറില്ല. അങ്ങനെ ഇത്ര നാളത്തെ അല്ലെ പരിചയമുള്ളവർ തമ്മിൽ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാം. ഇല്ല, സുഖമാണോന്ന് പോലും ചോദിക്കാറില്ല. എന്നാ മെസ്സേജ് അയക്കും. ചിലപ്പോൾ ഏതെങ്കിലും സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ അയക്കും. അങ്ങനെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ താങ്ക് യു സോ മച്ച് എന്ന് പറയും. ഇപ്പോൾ സുഖമില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു, പ്രാർത്ഥിക്കുന്നു, വേഗം തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് താങ്ക് യു സോ മച്ച്. അല്ല, വേഗം തിരിച്ചു വരാൻ പറഞ്ഞാൽ ചേച്ചി അങ്ങോട്ടും പോയിട്ടില്ലല്ലോ, ചേച്ചി ഇവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല, ഞാൻ അങ്ങോട്ട് മമ്മൂക്ക ട്രീറ്റ്മെന്റിന് പോയപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, മമ്മൂക്ക എല്ലാം
വേഗം മാറട്ടെ, പ്രാർത്ഥിക്കുന്നു. വേഗം അതൊരു ഞെട്ടലായിരുന്നു കേട്ടോ മലയാളികൾക്ക്. കാരണം ഇത്രത്തോളം ശരീരത്തെ സൂക്ഷിക്കുന്ന, ഇത്രത്തോളം എന്താ ഫിറ്റ്നസ് നിലനിർത്തി പോകുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞപ്പം അപ്പോൾ ആർക്കും ഇത് വരാം എന്നുള്ളൊരു അല്ലേ, അങ്ങനെ ഒരു ചിന്ത കേട്ടോ എനിക്ക് വന്നത്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരെന്നെ, ആരും ദൈവങ്ങളൊന്നും അല്ലേ. അല്ല എങ്കിൽ പോലും ഈ വ്യായാമമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫുഡ് ഡയറ്റിംഗ് ആണ്. വരുന്നു അതിലേക്ക് ഇങ്ങനെ കറങ്ങി വരാം. അപ്പൊ ചേച്ചിയോട് ഞാൻ ചോദിക്കും, എങ്ങനെയൊക്കെ കറങ്ങിയാലും എന്തെങ്കിലും വിവാദം ഉണ്ടാക്കുന്ന ഞാൻ പറയൂല അല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും പറയിപ്പിക്കും അത്. അപ്പൊ ചേച്ചി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ചേച്ചി എന്തായാലും അതുകൊണ്ടല്ലേ നേരത്തെ പൊളിറ്റിക്സ് ഒക്കെ പതുക്കെ ഇനി വരും എന്റെ സമകാലീന രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക സാധനങ്ങളെല്ലാം ഇനി വരും ചേച്ചി. കാരണം ചേച്ചിക്ക് നിലപാടുള്ള ആളാന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിലപാടുള്ള ഒരു വ്യക്തിത്വമാണ് ചേച്ചി എന്നുള്ളത്. അതായത് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ എന്തും തുറന്നു പറയാനുള്ള ധൈര്യമുള്ളൂ. അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ആ കമ്മ്യൂണിസത്തിന്റെ പവർ ആയിരിക്കും ചിലപ്പോൾ. അപ്പം പണ്ട് തൊട്ടേ ഈ കുടുംബത്തോട് കൂടി കമ്മ്യൂണിസത്തിന്റെ പവർ എന്ന് ഇപ്പൊ നമുക്ക് പറയാം. പക്ഷെ ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഇങ്ങനെയാണ് പറയേണ്ടത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുന്ന, നിലപാട് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുന്ന. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അങ്ങനെ തന്നെയാണ്. കുടുംബപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അച്ഛനൊക്കെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അമ്മാവൻ ഷൊർണൂരാണ്. അമ്മാവനൊക്കെ നല്ല കടുത്ത പാർട്ടി പ്രവർത്തകനായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് ചേച്ചി വളർന്നു വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഇതായിരിക്കും. അമ്മയൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ടില്ല, പാരമ്പര്യം കിട്ടിയിട്ടില്ല അല്ലേ. അമ്മ കോൺഗ്രസ്സുകാരിയായിരുന്നു. അപ്പം നമ്മളൊക്കെ പണ്ട് ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് വീട്ടിൽ അമ്മയും വല്യമ്മയും ചെറിയമ്മയും ഒക്കെ കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് വോട്ട് കിട്ടിയ അന്ന് മുതൽ ഞാൻ കമ്മ്യൂണിസ്റ്റിനാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി, അപ്പോൾ 85-ലാണ് ചേച്ചിയുടെ വിവാഹം. അതെങ്ങനെയാണ്? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ, ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അറേഞ്ച്ഡ് അല്ല. ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ ലവ് മാരേജും അല്ല. അതെന്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കല്യാണം. കഥ പറ ചേച്ചി, അത് കേക്ക്. നമ്മൾ ഈ ഞങ്ങളൊക്കെ യുവാക്കൾ, വിവാഹം കഴിക്കാത്ത യുവാക്കളൊക്കെ ചേച്ചിയുടെ ഒക്കെ പ്രണയം കേൾക്കട്ടെ. കാശ് കൊടുത്തിട്ടേ സ്വരഭേദങ്ങൾ വാങ്ങി വായിക്കുക. അതാണ് എന്റെ പുസ്തകം. ചേച്ചിയുടെ അതിന്റെ സ്വരഭേദങ്ങളാണ് ചേച്ചിയുടെ പുസ്തകം അല്ലേ? സ്വരഭേദങ്ങൾ അതാണ്. ഇവിടെ വന്നിരിക്കുമ്പോ ആദ്യം അതൊക്കെ. അപ്പം ഞാൻ പ്രത്യേകം പറയുന്നു, നമ്മുടെ പ്രേക്ഷകരെല്ലാം സ്വരഭേദങ്ങൾ ചേച്ചിയുടെ 2013 റിലീസായ പുസ്തകമാണ്. 10,75,000 കോപ്പി, എഡിഷനും കഴിഞ്ഞു. ശ്രദ്ധിച്ചില്ല, ഒന്നും അറിയാതെ വന്നിരിക്കുക. ശ്രദ്ധിച്ചില്ല, ക്ഷമിക്കണം. അപ്പം ചേച്ചി പറ, അപ്പൊ 85 ഇത് പക്ഷെ പുസ്തകം വായിക്കുന്നതല്ല, ജനങ്ങൾ ഈ ദൃശ്യമാധ്യമത്തിലൂടെ കാണുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ആളെ ശരിക്കും മനസ്സിലായില്ലാന്ന് തോന്നണം ആ സംഭവം അത്. അപ്പോ അതിങ്ങനെ അന്ന് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഒരു ഡയറക്ടർ രാജേഷ്, എനിക്ക് മരിച്ചുപോയി. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു കഥ ഉണ്ട് ഒരു കാലത്ത്. അയ്യോ, അതെനിക്കറിയില്ല. അതെന്താ സംഭവം? അതൊക്കെ അതാ പറയണത്, ഇത് ബോറടിക്കും. അല്ല ഞാൻ ഈ ഇപ്പഴത്തെ ഇരിക്കുന്ന വ്യക്തിക്ക് അറിയാനുള്ള ആഗ്രഹം. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നതിന് മുമ്പ് അയാളെ കുറിച്ച് ഏകദേശം ഞാൻ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട്. നോക്കിയാൽ പോലും ഉണ്ടാവല്ലോ സ്വരഭേദങ്ങൾ. എന്നോട് ക്ഷമിക്കണം, ശ്രദ്ധിച്ചില്ല. പിന്നെ ശ്രദ്ധിച്ചില്ല. അപ്പം അതെനിക്ക് മനസ്സിലായില്ല. അച്ഛൻ എനിക്ക് 3 വയസ്സുള്ളപ്പോഴേ അച്ഛൻ മരിച്ചു പോയതാണ്. പിന്നെ എനിക്ക് 10 വയസ്സ് ഉള്ളപ്പോൾ അമ്മ മരിച്ചു. പിന്നെ വല്യമ്മയുടെ കൂടെയായിരുന്നു. പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട്. പിന്നെ സിസ്റ്ററിന് പിന്നെ വല്യമ്മ വേഗം കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പിന്നെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദർ അമ്മ മരിച്ചപ്പോഴേ അവൻ വീട് വിട്ടുപോയി. എവിടെയാന്ന് ഇതുവരെ അറിയില്ല. ജീവനോടെ ഉണ്ടോന്നും അറിയില്ല. അതൊക്കെയാണ് കഥ. മാതൃവാത്സല്യം ഒന്നും ശരിക്ക് കിട്ടിയിട്ടില്ല. ഇത്ര കടുപ്പിക്കേണ്ട ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ചേച്ചിക്ക് അച്ഛനും അമ്മയില്ലായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് കേരളത്തിലെ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇല്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ എന്റെ ഇന്റർവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് ഞാൻ. ജോൺ ബ്രിട്ടാസ് സാറിന്റെ ഒക്കെ JB ജംഗ്ഷൻ ഒക്കെ കണ്ടിട്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ ഒരു പോർഷനിലേക്ക് ഓർമ്മയില്ല. അതാണ് സംഭവം. അപ്പൊ അങ്ങനെ ബ്രദർ എവിടെയാന്ന് അറിയില്ല. സിസ്റ്റർ ചെന്നൈയിലുണ്ട്. പക്ഷെ അങ്ങനെ ആരുമായിട്ടും ആ പ്രായത്തിൽ അങ്ങനെ വലിയ കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. വല്യമ്മയുടെ മാത്രം ആശ്രയത്തിൽ കഴിഞ്ഞൊരു കുട്ടിയാണ്. അങ്ങനെ പിന്നെ സർവൈവലിന്റെ ഭാഗമായിട്ട് സിനിമയിലേക്ക് വന്നതാ. വല്യമ്മയുടെ കൂടെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഞങ്ങളുടെ കൂടെ ചെറിയമ്മയുടെ മക്കളും അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് സമാധാനം സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നമുക്ക് വരുമാനം വേണം എന്ന്
10 വയസ്സിൽ തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. 10 വയസ്സിലെ എനിക്ക് മനസ്സിലായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ ഉള്ളെന്നുള്ള യാഥാർത്ഥ്യം അല്ലെങ്കിൽ നമ്മൾ പലരുടെയും ആട്ടും തുപ്പും ഒക്കെ കേട്ട് നമ്മൾ സഹിച്ച് ജീവിക്കേണ്ടി വരും. ചിലപ്പോൾ ഏതെങ്കിലും ഒന്നിനും കൊള്ളാത്ത ആരെങ്കിലും പിടിച്ച് കല്യാണം കഴിപ്പിച്ചു എന്ന് വരാം. അപ്പോൾ അതിനേക്കാളും നമ്മളൊരു സ്വയം പര്യാപ്തത നേടുക, അത് ആ പ്രായത്തിലേ മനസ്സിലാക്കിയത്. അതായിരിക്കുമല്ലോ ഇത്രത്തോളം ബോൾഡ് ആക്കിയത്. അതാണ് ഇങ്ങനെ ലൈഫിന്റെ സാഹചര്യമാണ്. പലരും പറയുമല്ലോ ഒരു ഭയങ്കര അഹങ്കാരിയാണ്, മറ്റാണ്. അഹങ്കാരമല്ല, അത് ഒരു ആത്മവിശ്വാസം നമുക്ക് ഗ്രാജുവലി വരുമല്ലോ. നമ്മള് സ്വന്തം കാലിൽ നിന്നാണെന്നുള്ള ഒരു 10 വയസ്സുള്ളപ്പോൾ പോലും ഞാൻ ഡബ് ചെയ്തിട്ട് ഈ പറഞ്ഞ മാതിരി 250 രൂപ. ഇപ്പൊ പ്രേം നസീർ സാറ് ആ സിനിമ ഡബ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് 250 രൂപയാണ് തന്നത്. അപ്പൊ 10 വയസ്സുള്ള ഒരു കുട്ടി അന്ന് ആ 74-ല് 250 രൂപ നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അന്ന് 50 രൂപയുള്ളൂ വാടക. വീട് വാടക 50 രൂപയുള്ളൂ. അപ്പൊ ഈ ഞാൻ താമസിക്കുന്ന വീടിന്റെ വാടക ഞാനാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യത്തിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാവും, ഒരു ഇത് വരും. തീർച്ചയായിട്ടും അത് ആത്മവിശ്വാസമാണ്. അതിന് അഹങ്കാരം എന്നല്ല. പണ്ട് വല്യമ്മ പറയും, എന്താടി കാശുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അഹങ്കാരം എന്നാ. അത് അഹങ്കാരമല്ല. ഇപ്പം എന്തെങ്കിലും നമ്മളോട് ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ എന്നോട് ഷൗട്ട് ചെയ്യുന്നത്, ഞാനല്ലേ ഈ വീട്ടിൽ ചിലവൊക്കെ നോക്കുന്നതെന്ന് വരും. അതെല്ലാവർക്കും ഉണ്ടാവും. അത് ആണിനും ഉണ്ടാവും, പെണ്ണിനും ഉണ്ടാവും. എനിക്ക് അന്നേ അത് ഉണ്ടായി എന്നുള്ളതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം. അത് നമ്മുടെ മുഖത്ത് ആ ഭാവം വരും. ആ ഭാവം ആളുകൾ അഹംഭാവമായിട്ട് കണ്ടാൽ എനിക്കൊന്നും പറയാം, വേണമെങ്കിൽ കണ്ടോ എന്നുള്ള പറയുള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കും, കണ്ടവർക്ക് കണ്ടാൽ മതി അല്ലേ. അതാണ് ഒരു സമീപനം. അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. മറ്റുള്ളവർ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ എല്ലാവരെയും നല്ലതെന്ന് പറയിപ്പിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള നോക്കിയാൽ ഏറ്റവും വലിയ മണ്ടനായാളെന്നാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ വലിയ മഹാന്മാർ പറഞ്ഞ കാര്യമാണ്. ഇപ്പം കുറേ കാലം ഞാൻ അനാഥ മന്ദിരത്തിലായിരുന്നു. ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോഴിക്കോട് ഒരു അനാഥ. അറിയാത്തവർ കാണും ചേച്ചി പറ. ജനങ്ങൾ അല്ല, അറിയാത്തവർ കാണും. സ്വാഭാവികമായിട്ടും എല്ലാം അറിയുന്ന ആരുമില്ലല്ലോ. എല്ലാവരും ഒക്കെ കമന്റ് ഇടാൻ പറഞ്ഞു നോക്ക്. ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ അവരുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്, എനിക്കിത് അറിയാവുന്ന എല്ലാവരും അല്ല എങ്കിലും അറിയാത്തവരുണ്ടാവും. എന്തായാലും നമ്മുടെ ന്യൂജൻ പിള്ളേർ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. എന്താ പേര് പറഞ്ഞു? ഷെബിൻ. എനിക്ക് തോന്നുന്നു അറിയോ, അറിയില്ല. ഇപ്പൊ പറയുമ്പോഴാണ് അതേ പോലെ ന്യൂജൻ പിള്ളേരെ അറിയാൻ വഴിയില്ല. ന്യൂജൻ പിള്ളേരൊക്കെ ഇങ്ങനെ പുസ്തകം അല്ല ന്യൂജൻ പിള്ളേര് ഇങ്ങനെ ഈ ഇന്റർവ്യൂ ഇരുന്ന് കാണുമോ? 100%. പിന്നെ എന്റെ ചുമ്മാ ഒന്ന് വ്യൂസ് ഒക്കെ എടുത്ത് നോക്കും, മില്യൺസാ. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നമ്മൾ തകർക്കും. ഇത് ജനങ്ങളിലേക്ക് എത്തട്ടെ. ചേച്ചി എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താന്ന് ജനങ്ങൾ അല്ല, കുറച്ചുകൂടി എത്തിക്കട്ടെ, കാണാത്തവരിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. ചിലപ്പോൾ ചേച്ചിയുടെ കഥകളൊന്നും കേൾക്കാത്തവരാണെങ്കിലോ, നോട്ട് ദ പോയിന്റ്. വെരി ഗുഡ് പോയിന്റ്. അതാണ് പോയിന്റ്. അറിയാത്തവരും കൂടി അറിയാം. അപ്പം അങ്ങനെ കുറേ കാലം അനാഥ മന്ദിരത്തിലായിരുന്നു. അമ്മ കൊണ്ടുപോയി അനാഥ മന്ദിരത്തിലാക്കി. പിന്നെ അവിടുന്ന് വല്യമ്മ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അമ്മയ്ക്ക് അനാഥ മന്ദിരത്തിലെ ആ ജീവിതം ഓർത്തെടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ദുരനുഭവങ്ങളോ? കൃത്യമായിട്ട് ഫുഡൊക്കെ കിട്ടുമായിരുന്നു? 4 വയസ്സല്ലേ, 4 വയസ്സൊക്കെയുള്ള 4ാമത്തെ വയസ്സിൽ അനാഥ മന്ദിരത്തിലാണോ വളർന്നത്? അതെ, 4 വയസ്സിൽ കൊണ്ടാക്കി. അവിടെ അന്ന് മുതൽ അവിടെ തന്നെയാണ്. എത്ര വർഷം അവിടെ നിൽക്കേണ്ടി വന്നു? 4, 5, 6, 7, 8, 9 വയസ്സ് വരെ അവിടെ ഉണ്ടായിരുന്നു. 5 വർഷം അനാഥ മന്ദിരത്തിൽ. ആരും നോക്കാനില്ല? അനാഥ മന്ദിരത്തിലുള്ളവർ നോക്കുമല്ലോ. അവിടെ ഞാൻ ഇപ്പോഴും പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, കോഴിക്കോട് അനാഥ മന്ദിരത്തിൽ. അതൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ചെറിയ പ്രായത്തിലൊക്കെ അനാഥ മന്ദിരത്തിൽ പോയി കിടക്കാന്ന് പറയുന്നത്. കോഴിക്കോട് അല്ല, പക്ഷെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ, അച്ഛനല്ലേ പോയിട്ടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടായി അനാഥ മന്ദിരത്തിൽ? അമ്മയ്ക്ക് ഞങ്ങൾ 3 മക്കളെ നോക്കാൻ വയ്യ. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. 3 പേരെയും മറ്റു ചേച്ചിയും ഞങ്ങളെല്ലാം ഒരേ അനാഥ മന്ദിരത്തിലായിരുന്നു കേട്ടോ. ചേച്ചിയും ചേട്ടനും ഞാനും അവിടെ തന്നെയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ചേച്ചി അവിടെ ആഹാരവും ഭക്ഷണവും ഒക്കെ കിട്ടും. അനാഥ മന്ദിരം അങ്ങനെ പട്ടിണിയൊന്നും അല്ലല്ലോ. എന്താണെന്ന് പറഞ്ഞാലും സ്നേഹം കിട്ടിയല്ലോ അല്ലേ. അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം എന്ന് പറയുന്നത് അതൊരു മിസ്സിങ് തന്നെയല്ലേ, എപ്പോഴും മിസ്സിങ് ഫാക്ടർ അല്ലേ. അതിനുശേഷം പിന്നീട്
വല്യമ്മ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അപ്പം അമ്മയ്ക്ക് ദേഷ്യമൊക്കെ വന്നു. അമ്മ അങ്ങനെ ഇവരെല്ലാവരും വല്യമ്മമാരും ചെറിയമ്മമാരും ഒക്കെ ഉണ്ടായിട്ടും അങ്ങനെ കൊണ്ടാക്കിയത് അമ്മയ്ക്ക് തോന്നിയിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വല്യമ്മയുണ്ട്, ജാനകി വല്യമ്മ എന്ന്. അപ്പം ജാനകി വല്യമ്മയുടെ കയ്യിലാണത്രേ പ്രസവിച്ചപ്പോൾ എന്നെ കൊടുത്തത്. അപ്പം ഭയങ്കര വെളുത്ത് തടിച്ച ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ നല്ല വെളുത്ത് തടിച്ച സിനിമയൊക്കെ കേട്ടാ എന്ന് പറയുമല്ലോ. അപ്പോൾ ആ വല്യമ്മ, ജാനകി വല്യമ്മയാണ് എനിക്ക് ഭാഗ്യലക്ഷ്മി എന്ന് പേരിട്ടത്. അപ്പോൾ ആ വല്യമ്മ പറഞ്ഞു, ഒന്ന് നമുക്ക് ഇവിടെ വലുതാകുമ്പോൾ ഇവിടെ സിനിമയെ കേട്ടാം. അപ്പം അമ്മയ്ക്ക് പേടിയായിപ്പോയി എന്നെ സിനിമയിൽ കയറ്റുമോ എന്ന്. അതാണ് അമ്മ വേഗം കൊണ്ടുവന്ന് അനാഥമന്ദിരത്തിലാക്കിയത്. അവിടെ ആവുമ്പോൾ വിദ്യാഭ്യാസവും നടക്കും. ഈ പറയുന്ന മാതിരി ഇവരോട് ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇവർക്ക് ആർക്കും ഞങ്ങൾ എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പം അമ്മ അങ്ങനെ കോഴിക്കോടായിരുന്നു. അല്ല, സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ ചേച്ചി, ആ സമയത്ത് മനസ്സ് ഹാപ്പി ആയിരുന്നോ?